കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് എഴുത്തിനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന വൈയക്തികമായ വൈചാരിക തലങ്ങളെക്കുറിച്ചാണ്. കഴിഞ്ഞ ദിവസം ഒരു കഥയുടെ ആ കഥാതന്തു ലഭ്യമായിട്ടുള്ള അനുഭവ പരിസരത്തെക്കുറിച്ചാണ് പറഞ്ഞത്. അതുപോലെ തന്നെ എഴുത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വലിയ പ്രേരണ എക്കാലത്തും പ്രണയം തന്നെയാണ്. ഒരുപക്ഷെ ഒരു വ്യക്തിയുടെ കൗമാര യൗവന കാലയളവ്, ആ കാലയളവിനെ ഏറ്റവും കൂടുതൽ സർഗാത്മകമാക്കുന്നത് പ്രണയഭാവന തന്നെയാണ്. അതൊരുപക്ഷെ സഫലീകരിക്കപ്പെട്ട ഒന്നായിരിക്കാം, അല്ലെങ്കിൽ അസഫലീകരിക്കപ്പെട്ട ഒന്നായിരിക്കാം. ഇത് രണ്ടും ആവാം. ഒരാളുടെ വൈയക്തിക അനുഭവത്തെ, സർഗാത്മക ഭാവനകളെ ത്വരിതപ്പെടുത്താൻ സഹായിച്ചിട്ടുള്ളത്. എന്നെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള നിരവധി അനുഭവങ്ങൾ പറയാൻ കഴിയും, പ്രത്യേകിച്ച് കൗമാര യൗവന കാലത്ത്. അതുകൊണ്ട് തന്നെ ആ കാലയളവിൽ കവിത എഴുതുക എന്നുള്ള ഒരു സ്വഭാവം വ്യക്തിത്വത്തിൻ്റെ ഭാഗമായിരുന്നു. കോളേജ് ലെവലിൽ തൊട്ട് ആ ഒരു സ്വഭാവം വളരെ കാലം ഞാൻ കൊണ്ടു നടന്നു. അതോടൊപ്പം തന്നെ കൊണ്ടു നടന്ന ഒരു സംഭവമാണ് ലളിത സംഗീതം എഴുതുക എന്നുള്ളത്. അത്തരത്തിൽ ചില പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. അത്തരത്തിൽ എഴുതിയ ലളിത സംഗീതത്തിലെ ഏതാനും ചില വരികളാണ് ഞാനിവിടെ ഓർത്തെടുക്കാൻ ശ്രമിക്കുന്നത്. ഓളങ്ങളിൽ നീയൻ മുഖം മറച്ചു, താമരപ്പൂവാം മുഖം കുനിച്ചു, സൂര്യനും ചന്ദ്രനും താരാപഥങ്ങളും മോഹിച്ചിടുന്നൊരു ആനന്ദമല്ലിക. ഓളങ്ങളിൽ നീയൻ മുഖം മറച്ചു, താമരപ്പൂവാം മുഖം കുനിച്ചു, സൂര്യനും ചന്ദ്രനും താരാപഥങ്ങളും മോഹിച്ചിടുന്നൊരു ആനന്ദമല്ലിക. അന്ന് രാവിൻ പാതിയിൽ മഞ്ഞു പെയ്യും നേരം നിൻമിഴികൾ മന്ത്രിച്ചത് ഏത് മന്ത്രമായിരുന്നു? കാറിൽ മുഖം മറച്ച് കള്ളനവൻ നോക്കി നിന്നു, നിൻവിരഹ ചേഷ്ടകൾ പാതിമിഴികളോടെ. അന്ന് രാവിൻ പാതിയിൽ മഞ്ഞു പെയ്യും നേരം നിൻമിഴികൾ മന്ത്രിച്ചത് ഏത് മന്ത്രമായിരുന്നു? കാറിൽ മുഖം മറച്ച് കള്ളനവൻ നോക്കി നിന്നു, നിൻവിരഹ ചേഷ്ടകൾ പാതിമിഴികളോടെ. പ്രഭാത വിൺമാറിൽ കോപനേത്രനായവൻ ജ്വലിച്ചു നിൻമുഖം പ്രണയാർച്ചനയേകുവാൻ. പ്രഭാത വിൺമാറിൽ കോപനേത്രനായവൻ ജ്വലിച്ചു നിൻമുഖം പ്രണയാർച്ചനയേകുവാൻ. ഓളങ്ങളിൽ നീയൻ മുഖം മറച്ചു, താമരപ്പൂവാം മുഖം കുനിച്ചു, സൂര്യനും ചന്ദ്രനും താരാപഥങ്ങളും മോഹിച്ചിടുന്നൊരു ആനന്ദമല്ലിക. സാധാരണഗതിയിൽ നമ്മൾ സാമ്പ്രദായികമായി പ്രണയത്തെ ആവിഷ്കരിക്കാൻ സ്വീകരിക്കുന്ന രൂപങ്ങളിൽ പ്രധാനപ്പെട്ടത് ചന്ദ്രനും സൂര്യനും താമരപ്പൂവും അമ്പൽപ്പൂവും ഒക്കെയാണ്. ഇവിടെയും ഈ ശ്രമത്തിൽ ഞാൻ സ്വീകരിച്ചിട്ടുള്ള രൂപങ്ങൾ സൂര്യനും ചന്ദ്രനും താമരപ്പൂവും ഒക്കെയാണ്. സ്വാഭാവികമായിട്ടും നമ്മുടെ വൈയക്തിക അനുഭവങ്ങളിൽ നമുക്ക് ഉണ്ടാകുന്ന പ്രണയത്തിൻ്റെയും വിരഹത്തിൻ്റെയും പ്രണയഭംഗത്തിൻ്റെയും ഒക്കെ അനുഭവ പരിസരമാകാം ഇത്തരം വരികൾ ആവിഷ്കരിക്കാൻ നമ്മെ സഹായിക്കുന്നത്, അല്ലെങ്കിൽ അപരൻ്റെ ഇത്തരത്തിലുള്ള അനുഭവമാകാം നമ്മളെ ഇത്തരം വരികൾ ആവിഷ്കരിക്കാൻ സഹായിക്കുന്നത്. നന്ദി.